തെരഞ്ഞെടുപ്പ് പ്രചരണം ആദ്യഘട്ടത്തിൻ്റെയും രണ്ടാം ഘട്ടത്തിൻ്റെയും വിജ്ഞാപനം വന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രചാരണ വിഷയങ്ങളിൽ നിന്ന് രാജ്യത്തെ പ്രചാരണ വിഷയം മാറിയിട്ടുണ്ടോ എന്നുള്ളതിലാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്, ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നത്, കോൺഗ്രസിൻ്റെ അക്കൗണ്ട് ആദായനികുതി വകുപ്പ് മരവിപ്പിക്കുകയും പുതിയ നോട്ടീസുകൾ നൽകുകയും ചെയ്ത് ഇത്തരം ഇഷ്യൂസ് നേരത്തെ BJP ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കാൻ നിശ്ചയിച്ചിരുന്ന വിഷയങ്ങളിൽ നിന്ന് ഫോക്കസ് മാറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇതിലൊരു ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റ് നടന്ന് തൊട്ടുള്ള ദിവസങ്ങളിൽ ഡൽഹിയിൽ നമ്മൾ ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്നുണ്ടായി. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുന്നുണ്ടായി, ഈ ഡൽഹി എന്ന് പറയുന്ന 7 ലോക്സഭാ സീറ്റുകളുള്ള എന്ന് പറയുന്ന ആ സ്ഥലത്ത് തീർച്ചയായും വളരെ സജീവമായിട്ടുള്ള ഒരു പ്രതികരണം ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായിട്ടുണ്ട്. അത് ആം ആദ്മി പാർട്ടി കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ മാർച്ച് 31 ഈ ആം ആദ്മി പാർട്ടി മുൻകൈയെടുത്ത് ഇന്ത്യ മുന്നണിയിലെ നേരത്തെ ഇന്ത്യ മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളെ കാണിച്ചുകൊണ്ട് മാറി നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളെ ഒന്നിച്ചു കൊണ്ടുവന്നുകൊണ്ട് ഒരു നടത്തിയ വിശാലമായ റാലി. അവിടെ സ്ത്രീ പ്രാതിനിധ്യം വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ചും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യയും അതുപോലെ ഹേമന്ത് സോറൻ്റെ ഭാര്യ കൽപ്പന സോറനും അവർ രണ്ടുപേരും അവിടെ വന്നത് വളരെ ഇമോട്ടീവായിട്ടൊരു എലമെന്റ് ഉണ്ടാക്കി. അപ്പോൾ ഇത് ആ ഇമോട്ടീവായിട്ടുള്ള എലമെന്റ് ഉണ്ടാക്കിയ തുടർച്ചയായിട്ട് ഈ കെജ്രിവാളിൻ്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡിനെ പറ്റിയുള്ള സംഭാഷണം അത് ഉയർന്നു വന്നു. അപ്പോൾ പൊതുവിൽ ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെയും കുറഞ്ഞുള്ള രീതിയിൽ ഇപ്പോൾ ഡൽഹിയിൽ വളരെ വലിയ രീതിയിലുള്ള സ്വാധീനം ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ഹരിയാനയിലും നിർണായകമായ സ്വാധീനം ഈ കെജ്രിവാൾ ഹരിയാനക്കാരനാണ് അവൻ ഒറിജിനലി. ഹരിയാനയിലും നിർണായകമായ ഒരു സ്വാധീനം ഈ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത് പറയാൻ പറ്റും. തീർച്ചയായും ഒരു 3 മാസം മുമ്പ് ഉണ്ടായിരുന്ന ഒരു നരേറ്റീവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ BJP കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും ജനാധിപത്യത്തിൽ നിരക്കാത്തതാണെന്നും പ്രതിപക്ഷ പാർട്ടികളെ ശരിയല്ലാത്ത വഴികളിൽ, അതായത് വളഞ്ഞ വഴികളിലൂടെ പ്രതിപക്ഷ പാർട്ടികളെ ഒതുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുമൊക്കെയുള്ള ഒരു സംസാരം, ഒരു തെരഞ്ഞെടുപ്പ് സംസാരം ഈ പൊതുവിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പരിസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായും എത്രമാത്രം അതിന് ഗതിവേഗം ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷേ തീർച്ചയായും രാജീവ് ചോദിച്ചതുപോലെ ഈ നരേറ്റീവ്, ബേസിക്കായിട്ടുള്ളൊരു നരേറ്റീവ് BJP ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നത് രാമക്ഷേത്രമായിരുന്നു. പക്ഷെ രാമക്ഷേത്രം വേണ്ടത്ര എഫക്റ്റീവ് ആണോ എന്നതിനെ പറ്റിയിട്ടുള്ള സംശയം അവരുടെ റാങ്ക് ആൻഡ് ഫയലിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ മറ്റ് പാർട്ടികളിൽ നിന്ന് ആൾക്കാരെ തുടരെ രാജിവെപ്പിക്കുക, അതുപോലെ തന്നെ ഈ അഴിമതി, മറ്റു പാർട്ടികൾ നേതാക്കന്മാരുടെ അഴിമതി ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കി മാറ്റുക, അതിന് ഊർജ്ജമായിട്ടുള്ള അറസ്റ്റ് പോലുള്ള നടപടികൾ, EDയെ കൊണ്ട് റീഡിയിപ്പിക്കുന്ന നടപടികൾ, ഇൻകം ടാക്സ് നോട്ടീസുകൾ അയക്കുകയും അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ സാധനങ്ങളെല്ലാം ഇതൊരു ഈ യുദ്ധത്തിന്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓവർ കിൽ എന്ന് പറഞ്ഞാൽ, അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പ്രഹരശേഷിക്കപ്പുറത്തുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുക. അത് അങ്ങനെ ഒരു ഈ അതിമാരകമായിട്ടുള്ള പ്രഹരശേഷി ഉപയോഗിക്കുമ്പോൾ അത് പലപ്പോഴും പബ്ലിക് ഒപ്പീനിയൻ ഈ പ്രഹരശേഷി, അതിധീരമായിട്ട് പ്രഹരശേഷി ഉപയോഗിക്കുന്ന ആൾക്കാർക്കെതിരായിട്ട് തിരിയുന്നത് കാണാനുണ്ട്. ഉദാഹരണത്തിന് 2ാം ലോക മഹായുദ്ധകാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുള്ള ജപ്പാനിലെ 2 പ്രധാനപ്പെട്ട ബോംബാക്രമണങ്ങൾ, ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണങ്ങൾ. അത് ഈ അലയൻസിന്റെ കൂട്ടത്തിൽ അമേരിക്കയും റഷ്യയും എല്ലാം ഒന്നിച്ചാണ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിന് USSR പോലുള്ള ആൾക്കാരുടെ ഒന്നും അറിവില്ലാതെയാണ് അമേരിക്ക കൊണ്ടുപോയി ബോംബിടുകയും ആ ഒരു ഓവർ കില്ല് നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും 2ാം ലോക മഹായുദ്ധത്തിൽ വിജയിച്ച ഈ അലയൻസ്, അതും ഫാസിസ്റ്റ് നാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തി വിജയിച്ചിട്ടുള്ള അലയൻസ്, അവര് ഈ ജപ്പാനെ പോലുള്ള ചെറിയ രാജ്യത്തിന്റെ മുകളിൽ അവര് ഈ ജർമ്മനിയുടെ ഇറ്റലിയുടെയും സഖ്യകക്ഷിയായിരുന്നു ഒറ്റ കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ അത്
അമേരിക്കക്കെതിരായിട്ടുള്ള ഈ ജനവികാരം ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ ഒരു ഓവർ കില്ലിന്റെ റെസ്പോൺസ്, അതിന്റെ ലാഞ്ചനകൾ, അതിന്റെ സ്ഫുലിംഗങ്ങൾ നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായും അതിൽ ഈ കേജ്രിവാളിന്റെ അറസ്റ്റ് അത് ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എറർ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.